വലിയ തോതിൽ അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം തന്നെയാണ്. മന്ത്രിയുടെ രാജി ഉണ്ട് എങ്കിലും രാജിയില്ലാതെ തുടരുകയാണ് എങ്കിലും ഇന്നലെ മുതൽ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾ ആയിരുന്നു ഉണ്ടായത്. പ്രത്യേകിച്ച് കെ ബി ഗണേഷ് കുമാറിന്റെ കൊട്ടാരക്കര മണ്ഡലത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ, അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് അടക്കം ചില പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനുശേഷം വിനീഷും തുടരുന്നുണ്ട്. കാലൻകോഴി പത്തനാപുരത്തിന് വേണ്ട എന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ആയിരുന്നു. അതായത് ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന സാഹചര്യത്തിൽ പത്തനാപുരത്ത് ഇങ്ങനെ ഒരാളെ ഇനി MLA ആയി വേണ്ട എന്ന് പറയുന്ന സാഹചര്യം. അതേസമയം കൊട്ടാരക്കരയിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇന്നലെയും ഉണ്ടായിരുന്നു. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഇന്നലെ മന്ത്രിയുടെ മണ്ഡലം, ആ മണ്ഡലത്തിന് ചേർന്നുള്ള പ്രദേശങ്ങൾ, ജില്ലയിലുടനീളം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. ഈ വിവരം പുറത്തു വന്നതിന് ശേഷം ഇന്നും അതിൻ്റെ ഒരു തുടർച്ച പ്രതീക്ഷിക്കാം. തീർച്ചയായും അഭിലാഷ്, ഇന്നും അതിന്റെ തുടർച്ച എന്നോണമുള്ള നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് വലിയ പ്രതിഷേധങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് അടക്കം യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, അതുപോലെ BJP യുവമോർച്ച പ്രവർത്തകരുടെ വലിയൊരു പ്രതിഷേധം തന്നെ കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു. ഇന്നും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവത്തിൽ വലിയൊരു ട്വിസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പോലും. ഇതിൽ ആരോപണങ്ങൾ ഉന്നയിച്ച ഭാര്യ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അവരുടെ വ്യക്തിപരമായ കാര്യമാണെന്ന് അടക്കമാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് മന്ത്രി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യ പ്രതികരണങ്ങളിൽ നമ്മളോട് പറഞ്ഞത്. തന്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത്. തുടർന്നാണ് തന്റെ വീട്ടിൽ തന്നെ തനിക്ക് ശത്രുക്കളുണ്ടെന്ന് അടക്കമുള്ള ചില പ്രതികരണങ്ങൾ നടത്തി. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് മന്ത്രിയുടെ ഭാര്യ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ തന്റെ പക്കമുണ്ട്, ഫോട്ടോയുണ്ട്, ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അടക്കമുള്ള വലിയ വെളിപ്പെടുത്തലുകൾ നടത്തി. അപ്പോഴാണ് ഇതിന് വലിയൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോലും ഈ ഒരു സംഭവം വഴിവെച്ചത്. തുടർന്നുണ്ടായ വലിയ പ്രതിഷേധങ്ങൾ, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, KSRTC ബസിന്റെ മുന്നിൽ ഫ്ലെക്സ് ബോർഡുകൾ പതിച്ച്, അതായത് കോഴിയുടെ, ഒരു പൂവൻ കോഴിയുടെ പടവും മന്ത്രിയുടെ ഫിഗറും കൂടി വെട്ടിവെച്ച തരത്തിലുള്ള ഗ്രാഫിക്സ് പതിപ്പിച്ച തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ പതിച്ചുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. പൂവൻ കോഴി മണ്ഡലത്തിൽ വേണ്ട നടക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ വലിയുള്ള വിമർശനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം ഇന്നും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച രീതിയിൽ ഉള്ള വെളിപ്പെടുത്തലുകൾ കൂടി വന്നിരിക്കുന്നത്. എന്തായാലും അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വലിയ പ്രശ്നങ്ങൾ, അതായത് വലിയ ചർച്ചകൾ അല്ലെങ്കിൽ വലിയ വിമർശനങ്ങൾക്ക് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ വഴിവെക്കുന്ന ഒരു അനുകൂല നിലപാടിലേക്ക്, അല്ലെങ്കിൽ ഗണേഷ് കുമാറിന് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു പ്രശ്നം മാറുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്തായാലും വരും സമയങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. മന്ത്രിയുടെ രാജിയടക്കം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അടക്കം പുറത്തുവരുന്ന സാഹചര്യമുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം ഇത്തരം ആരോപണങ്ങൾക്കെല്ലാം മറുപടി എന്നോണം, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പ് ആവുന്ന തരത്തിലാണ് ഇപ്പോൾ അവരുടെ കുടുംബ പ്രശ്നം അങ്ങനെ തന്നെ ഒത്തുതീർപ്പിലേക്ക് തന്നെ നീങ്ങിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ആയാൽ പോലും ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടാനുണ്ട്. 112 വിളിച്ച് ഒരു സഹായം ആവശ്യപ്പെട്ട ഒരു സ്ത്രീക്ക് സഹായം ലഭ്യമായില്ല. അതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്. മന്ത്രിയുടെ വസതിയിൽ നടന്നൊരു പ്രശ്നമാണ്. ഇത് എങ്ങനെ പോലീസ് ആ സമയം കൈകാര്യം ചെയ്തില്ല, ഇതിന് ഉത്തരം നൽകേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കണമെന്നാണ്. തീർച്ചയായും വിനീഷ്, ഇതിനെ ന്യായീകരിക്കുന്ന ഒരു നിലപാട് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിലേക്കാണ് മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോന്റെ വിളിയെത്തിയത്. അവിടെ ഉടൻ തന്നെ വാളകം 8 പോസ്റ്റിൽ നിന്നുള്ള പോലീസും പിങ്ക് പോലീസും വീട്ടിലെത്തി എന്നാണ് പോലീസ് പറയുന്നത്. കുടുംബ പ്രശ്നമെന്ന് മന്ത്രിയുടെ ഭാര്യ പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിൽ തുടർ നടപടികളിലേക്ക് പോകാതിരുന്നത്. ഏതാണ്ട് 20 മിനിറ്റോളം അവിടെ നിന്ന ശേഷമാണ് ഈ പോലീസ് സംഘം തിരികെ വന്നത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് പോലീസിന്റെ നടപടിയിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ DGPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വിലയിരുത്തൽ എന്നതാണ്. അതോടൊപ്പം 112 എന്ന നമ്പറിലേക്ക് വിളി വന്നാൽ ഉടനെ അതിൽ കേസെടുക്കണമെന്നില്ല എന്ന തരത്തിലുള്ള വിശദീകരണവും ന്യായീകരണവുമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. ഞാൻ വിനീഷിലേക്ക് വരാം. എന്തു തന്നെയാണെങ്കിലും നിലവിൽ മന്ത്രിക്ക് ആശ്വാസം ആകുന്നത് ഈ വിഷയത്തിൽ
ഒരു നിയമ നടപടിക്ക് മുതിരുന്നില്ല എന്നത് തന്നെയാണ്. നിയമ നടപടിയുമായി മുന്നോട്ടില്ല എന്ന നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നു മന്ത്രിയുടെ ഭാര്യ എന്നതാണ് വലിയ തോതിൽ ആശ്വാസകരമാകുന്നത്. മന്ത്രിയുടെ ഭാര്യയുടെ വാക്കുകളിലേക്ക്. ഞാൻ അങ്ങനെ ഒരു റിവെഞ്ച് എടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് ഇറ്റ്സ് വെരി ഈസി ടു സേ ദാറ്റ് ഓക്കെ എനിക്ക് ഇനി ഒന്നും വേണ്ട, ഞാൻ കേസുമായിട്ട് പോവാണ് മുന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഞാനെല്ലാം വിട്ട് എന്റെ ഭർത്താവിന്റെ കൂടെ വന്നത് പലതവണയും എനിക്ക് വേണമെങ്കിൽ പോവായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാതിരുന്നതിന്റെ റീസൺ എനിക്ക് എന്റെ ഹസ്ബൻഡിനെ അത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഞാനൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നത്. യെസ്, ഇതാണ് ഭാര്യയുടെ പ്രതികരണം. അതായത് ഒരു നിയമപ്രശ്നത്തിന് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നതിൽ ഞാനൊരു റിവഞ്ചിനില്ല എന്നാണ്. അതിനർത്ഥം അവർ നേരിട്ട ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നല്ല, മന്ത്രിക്കെതിരായ ആരോപണങ്ങൾ കഴമ്പില്ലാത്തത് എന്നതല്ല, മറിച്ച് അവരുടെ തീരുമാനത്തിന് അവരൊരു പ്രതികരണത്തിലേക്ക് പോകുന്നില്ല എന്നത് തന്നെയാണ്. അതാണ് ഒരു പക്ഷേ ഇനിയും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വി അരുണിലേക്ക് തന്നെയാണ് പോകുന്നത്. അരുണിത, ഭാര്യയുടെ പ്രതികരണം കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അവർ കൃത്യമായി പറയുന്നത് ഞാനൊരു റിവഞ്ചിലേക്ക് പോകുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. മന്ത്രിക്ക് എതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഗുരുതരമാണ്. അവിടെ നിയമപരമായ ഒരു നടപടിയിലേക്കില്ല എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു ആശ്വാസകരമാകുന്ന ഒന്ന് എന്നത്. പക്ഷെ നമുക്കറിയാമല്ലോ, സമാനമാകുന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരെ ഒരു യുവനടി ആരോപണം ഉന്നയിക്കുന്നു. പിന്നീട് ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് നിലനിന്നിരുന്നത്. കൃത്യമായി ഒരു പരാതി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നടപടികളിലേക്ക് കടന്നിരുന്നു. അവിടെയാണ് ഈ പോലീസിലേക്ക് ഒരു പരാതി ലഭിക്കുന്നു. പോലീസിൽ 112-ൽ വിളിക്കുന്നു. പോലീസ് സംഘം അവിടെ എത്തുന്നു. അതുമാത്രവുമല്ല, ഇപ്പോൾ മന്ത്രിയുടെ സ്റ്റാഫ് അടക്കം ബലം പ്രയോഗിച്ചു എന്ന തരത്തിൽ പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത് മന്ത്രിയുടെ സ്റ്റാഫ് എന്നത് സർക്കാർ സംവിധാനത്തിൽപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ മന്ത്രിയും മന്ത്രിയുടെ സ്റ്റാഫും ഒക്കെ കുടുംബത്തിൽ ഭാര്യയോട് ഏത് നിലയിലാണ് പ്രവർത്തിക്കുന്നത്, ഏത് നിലയിലാണ് ബലം പ്രയോഗിക്കുന്നത്, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഭാര്യ പരാതിയുമായി മുന്നോട്ടില്ല, അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടില്ല എന്ന് പറയുമ്പോൾ പോലും അങ്ങേയറ്റം ഗുരുതരമായ ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. അതിന് സർക്കാർ സംവിധാനങ്ങൾക്കും ഒപ്പം ഇടതു മുന്നണിക്കുമൊക്കെ കൃത്യമായി മറുപടി നൽകേണ്ടതായി വരില്ലേ? തീർച്ചയായിട്ടും ഒരു ക്രൈം അവിടെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് അത്തരമൊരു പരാതി അവർ ഉന്നയിച്ചത്. പക്ഷേ അത് നിയമപരമായ ഒരു റിട്ടേൺ കംപ്ലൈന്റ് ആയി നൽകാൻ അവർ ഇതുവരെ തയ്യാറല്ല, അല്ലെങ്കിൽ പരാതി തന്നെ അവർ പിന്നോട്ട് പോവുകയാണ്. അതാണ് ഗണേഷ് കുമാറിന് ആശ്വസിക്കാനുള്ള ഭാഗം. പക്ഷേ അപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ മന്ത്രിയാണ്, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും സ്വാഭാവികമായും സർക്കാർ ശമ്പളം പറ്റുന്നയാളാണ്. അവിടെയാണ് അത്തരമൊരു കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ രീതിയിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഒരു കാരണവശാലും മന്ത്രി ഗണേഷ് കുമാർ ഇപ്പോൾ പറയുന്ന പരാതി ഇല്ല എന്നതുകൊണ്ട് മാത്രം നടപടി മന്ത്രിസഭ രാജിവെക്കേണ്ട നിലപാടിലേക്ക് ഇടതുമുന്നണി എത്തിച്ചേർന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇത് താരതമ്യം ചെയ്യാൻ കഴിയുന്ന വിഷയമല്ല എങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 2013-ൽ സമാനമായ ആരോപണം ഉയർന്നു വന്നപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി, അന്നത്തെ പ്രതിപക്ഷ VS അച്യുതാനന്ദൻ തുടങ്ങിയവരൊക്കെ സ്വീകരിച്ച നിലപാടുണ്ട്. ഇടതുമുന്നണിയുടെ ശക്തമായ രാജി ആവശ്യമുണ്ട്. പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി ഉയർന്നതാണ്. അത്തരം കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്. അതിന്റെ വൈരുദ്ധ്യമാകും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇടതുമുന്നണി CPM ഒക്കെ മറുപടി പറയേണ്ടി വരുന്ന വിഷയമായി മാറുക. തീർച്ചയായും അന്ന് പിണറായി വിജയന്റെ ചോദ്യം അതിപ്പോഴും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. എന്താണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പരാതി ഉണ്ടായിട്ട് എടുത്ത നടപടി? സർക്കാർ അതിന് മറുപടി പറയണം, മുഖ്യമന്ത്രി അതിന് മറുപടി പറയണം എന്നുള്ളതാണ്. അതേ ആൾ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. അതേ സമാനമായ പരാതി തന്നെയാണ്. അതായത് 16 വർഷം ഒരുമിച്ച് ജീവിച്ച ശേഷമുണ്ടായ തിക്താനുഭവമായിരുന്നു മുൻ ഭാര്യ പറഞ്ഞത് എങ്കിൽ അതിന് സമാനമാകുന്ന ഒരു ആരോപണം തന്നെ ഇപ്പോൾ ഉയരുകയും 112 എന്ന നമ്പറിലേക്ക് അവിടെ കേസെടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ സമാനമായ ഒരു പരാതി വരുമ്പോൾ ഇതിനും മറുപടി പറയാൻ സർക്കാർ ബാധ്യതയുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു വെച്ച ആൾ തന്നെയാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി. ആ ബാധ്യത അവർ നിറവേറ്റുമോ എന്നതാണല്ലോ പ്രധാനം. അരുൺ, തീർച്ചയായും അന്ന് പറഞ്ഞ വാക്കുകൾ തന്നെയാകാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ തിരിഞ്ഞു കൊത്താൻ പോകുന്നത്. കാരണം
അന്ന് നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് എപ്പോഴും പറയുന്ന ആളാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അങ്ങനെയുള്ള ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് തനിക്ക് ലഭിച്ച ഒരു പരാതിയിൽ നടപടിയെടുത്തില്ല? അതിന് മുഖ്യമന്ത്രി മറുപടി പറയണം. ഇതായിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ ആവശ്യം. മന്ത്രി മാത്രമല്ല രാജിവെക്കേണ്ടത്, പരാതി കിട്ടിയിട്ടും മന്ത്രിയെ രാജിവെക്കാൻ നിർദ്ദേശിക്കാത്ത, മന്ത്രിക്കെതിരെ കേസെടുക്കാത്ത മുഖ്യമന്ത്രി കൂടി രാജിവെക്കണമെന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടത്. അതേ സാഹചര്യങ്ങൾ ഇവിടെയും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി ലഭിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ മകളോട് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ അത് നിയമപരമായ ഒരു പ്രശ്നമല്ല. എങ്കിൽ പോലും മകളോട് പറഞ്ഞു എന്നത് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്ക് ബാധ്യതയാകുന്ന കാര്യമല്ല. പക്ഷേ 112 വിളിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ആ കോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. അവിടെ നിന്ന് കൺട്രോൾ റൂമിൽ നിന്ന് നിർദ്ദേശപ്രകാരം പോലീസ് സംഘം മന്ത്രിയുടെ വാടകത്തെ വീട്ടിലേക്ക് പോകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.